നമ്മുടെ ഏദൻ തോട്ടത്തിൽ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള തക്കാളികളാണ് അല്ലേ ഇതൊക്കെ. ഇതെല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു നോർമൽ ടൈപ്പ് ചെറി ടൊമാറ്റോ. നമുക്ക് ധാരാളം കായ്കൾ എപ്പോഴും കിട്ടുന്നതും. ഞാൻ കൂടുതലും ഈ ടൈപ്പ് ചെറി ടൊമാറ്റോയാണ് ഇവിടെ നടുന്നത്. കാര്യം ഇത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ വിത്തുകൾ എല്ലായിടത്തും വീണ് പൊടിച്ച് കിടക്കും. അതിനെടുത്ത് എവിടെയെങ്കിലും വയ്ക്കും, അത് വീണ്ടും നിറച്ച് കായ്ക്കും. അതുകൊണ്ട് എനിക്ക് ഇത് നടാനാണ് ഇഷ്ടം. നമുക്ക് വെറുതെ ഇവിടെ വരുമ്പോഴത്തേക്കും പറിച്ചിങ്ങനെ ഓരോന്ന് കഴിക്കാനും പിന്നെ കറിക്ക് ഉപയോഗിക്കാനും രണ്ട് രീതിയിലും ഇത് നല്ലതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് തക്കാളി തൈകൾ കൃഷിഭവനിലൊന്ന് കിട്ടിയതിരിപ്പുണ്ട്, അത് നടണം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നടാനായിട്ടുള്ള സ്ഥലമില്ല, നമുക്ക് താഴെ നടാം. നമുക്ക് താഴെ പോയി തക്കാളി തൈ നടാൻ പോവാം. പോവാം. ഇതാണ് നമുക്ക് നടാനുള്ള തക്കാളി തൈകൾ കേട്ടോ. ഇത് എനിക്ക് കൃഷിഭവനിലൊന്ന് തന്നതാണ്. അതുകൊണ്ട് വെറൈറ്റി ഏതാണെന്ന് അറിയില്ല. നേരത്തെ ചീര നട്ടിരുന്ന കുറച്ച് ചെടിച്ചട്ടികളുണ്ട് ഇവിടെ. നമ്മൾ ഒരു പ്രാവശ്യം ഒരു സാധനം നട്ടെടുത്ത് വീണ്ടും നട്ടാൽ അത് ശരിയായി വരില്ല. മണ്ണിൻ്റെ ഘടന അല്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധ ഒന്നിനുണ്ടായിരുന്നുവെങ്കിൽ അതേ ബാധ അടുത്ത് നടുന്ന അതേ സാധനത്തിന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു സാധനം നട്ടെടുത്ത് നമ്മൾ അടുത്ത് വീണ്ടും അത് തന്നെ നടാൻ പാടില്ല. അപ്പോൾ ഈ ചീര നട്ടിരുന്നടുത്ത് ഞാൻ മണ്ണ് നമ്മുടെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇട്ട് 2 ദിവസത്തിന് മുമ്പേ ഇട്ട് നനച്ചിട്ടിരുന്ന മണ്ണാണ് കേട്ടോ. ഇതിലാണ് ഞാൻ നടാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഏതൊക്കെ വീഡിയോകൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് പ്ലാന്റ് നട്ടാലും ആ പിള്ളക്കുഴിയിൽ, നമ്മൾ പ്ലാന്റ് വയ്ക്കാൻ പോകുന്ന പിള്ളക്കുഴിയിൽ ഒരു നുള്ളു വാം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ നടാൻ പോകുന്ന ചെടികൾ 5 മിനിറ്റ് സ്യൂഡോമോണസ് 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ മുക്കി വെച്ചതിന് ശേഷം മാത്രമേ ചെടികൾ നടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ സ്യൂഡോമോണസിൽ മുക്കി വെച്ചിരുന്ന തൈകളാണ് കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ ചട്ടിയിലോട്ട് നടാൻ പോവുകയാണ്. ഇതാണ് വാം നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും വാമിൻ്റെ ഡേറ്റ് നോക്കി തന്നെ വാങ്ങണം. അത് ഒരു ഇതല്ലേ, ജീവാണുവല്ലേ. ഡേറ്റ് കഴിഞ്ഞതാകുമ്പോൾ പിന്നെ ആ വാം നമ്മൾ മണ്ണിലിട്ടിട്ട് കാര്യമില്ല. പിന്നെ എപ്പോഴും നമുക്ക് വിശ്വസ്തമായ സ്ഥലത്ത് നിന്ന് തന്നെ വാം വാങ്ങണം. അപ്പോൾ നമുക്ക് ഒരു നുള്ളു വാം നമ്മുടെ പിള്ളക്കുഴിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈ വെള്ളം നനച്ചപ്പോൾ നമ്മൾ അസോള ആ ടാങ്കിലെ വെള്ളമാണ് ഇങ്ങോട്ട് കോരി ഒഴിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അസോളയും കിടപ്പുണ്ട്. അസോള നല്ലതല്ലേ, നല്ല നൈട്രജൻ റിച്ച് അല്ലേ അസോള എന്ന് പറയുന്നത്. അസോള വാരി ഞാൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്ക് തൈ ഇളക്കിയെടുക്കാം. തൈ ഇളക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ട്രേയുടെ അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇളക്കിയെടുത്താൽ വേരുകൾ പൊട്ടാതെ കിട്ടും. അപ്പോൾ ഈ തൈ നമുക്ക് ഈ പിള്ളക്കുഴിയിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്ത് നട്ടാലും ഞാൻ അതിൽ കുറച്ച് ശീമക്കൊന്ന ഇലയോ കമ്മ്യൂണിസ്റ്റ് വെച്ചയോ ഒക്കെ പൊതയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഈ ശീമക്കൊന്ന പൊതയായിട്ട് ഇടുമ്പോൾ ഇത് നല്ലൊരു നൈട്രജൻ വളമാണ്. നമുക്ക് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനായിട്ട് അത് പൊതയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് കണ്ട് ഇവിടെ ശീമക്കൊന്ന നട്ടിരിക്കുന്നത് കണ്ടോ. ഇവിടെ എല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിൽ ശീമക്കൊന്ന വെച്ചിട്ടുണ്ട്. ശീമക്കൊന്ന വെച്ചിരിക്കുന്നതുകൊണ്ടുള്ള 2 ഉപയോഗം എന്ന് പറയുന്നത്, നമുക്കിതുപോലെ പൊതയിടാൻ പറ്റും. പിന്നെ ഈ ശീമക്കൊന്നയുടെ ഇല ഒടിച്ച് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഉപയോഗമുണ്ട് ശീമക്കൊന്ന വളർത്തിയാൽ. നല്ലൊരു പൊതയ്ക്ക് പറ്റിയൊരു സാധനമാണ് ശീമക്കൊന്ന. പിന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റ് വെച്ച് ഉപയോഗിക്കാറുണ്ട്. അത് അപ്പുറത്തെ പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് വെച്ച് രുദ്രാക്ഷ പച്ചയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് അപ്പുറത്താണ് നിൽക്കുന്നത്, അവിടുന്ന് അതും എടുത്തുകൊണ്ട് വരാറുള്ളത് ഉണ്ട്. ഇപ്പം നമുക്ക് ശീമക്കൊന്ന പൊത ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അടുത്ത് വളം ചെയ്യുന്നത് ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വളം ചെയ്താൽ മതി. 2 ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ജൈവവളങ്ങൾ സ്ലറിയായിട്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ മാട്ടിൻ കാഷ്ടം പൊടിച്ചതോ കോഴിവളമോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പൂവിട്ട് തുടങ്ങാറാവുമ്പോൾ നമ്മൾ പൊട്ടാഷ് വളം കൊടുക്കും. പൊട്ടാഷ് വളത്തിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചാരമാണ്. തക്കാളി നടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത്
ഇത് നല്ലൊരു വീഡിയോ ആണ് എന്ന് തോന്നുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്തൊരു പുതിയ അറിവുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.